ഹലോ, ഇന്ന് നമുക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനൊരു 1.5 കിലോ ചിക്കൻ ക്ലീൻ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്, 1 നാരങ്ങ നീര്. ഇനി നിങ്ങൾ ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ ഒരു രാത്രി ഫുള്ളും ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അടുത്ത ദിവസമാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇവിടെ 4 പച്ചമുളക്, ഒരു 15 അല്ലി വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ചിക്കൻ മസാല തയ്യാറാക്കാനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ നെയ്യും ഒഴിച്ചിട്ടുണ്ട്. ഇനി 4 സവാള, ഞാനൊരു മീഡിയം സൈസ് സവാള കനം കുറഞ്ഞരിഞ്ഞത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രൗൺ നിറമാകുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഈ എണ്ണയിൽ നിന്നിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അതിൽ ബാക്കി കുറച്ച് എണ്ണ കൂടി അതിനകത്ത് ബാക്കിയുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാളയിൽ നിന്ന് ഒരു 1/4 ഭാഗം സവാള ഞാൻ മാറ്റിയതിന് ശേഷം ബാക്കി ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു 1/2 കപ്പ് മല്ലിയില ചോപ്പ് ചെയ്തും കൂടി ഇതിനകത്ത് ഇട്ടെടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു സ്പൂൺ തൈരും കൂടി ചേർത്തിട്ട് നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്നങ്ങ് തിരുമ്മി അങ്ങ് വെക്കുകയാണ്. നന്നായിട്ടൊന്ന് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞൊന്ന് നമ്മളങ്ങ് മിക്സ് ചെയ്തങ്ങ് വെക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലേക്ക് നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ച സവാളയുടെയും മല്ലിയുടെയും തൈരിൻ്റെയും കൂടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു റമ്പയില ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഈ റമ്പയില ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ഇനി ഇത് കുറച്ച് വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും 2 തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 6 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 1.5 ടീസ്പൂൺ ഉപ്പ്, ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ഇതും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിനി ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ തൈരും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. ഞാനിവിടെ 5 കപ്പ് കൈമ അരിയാണ് എടുക്കുന്നത്. 1 കപ്പിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒരു 7.5 കപ്പ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പ് കൂടി വെച്ച് ഞാനൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഈ കൈമ അരി നമുക്കൊന്ന് കഴുകി ഇനി നമുക്കൊന്ന് ഊറ്റാനായിട്ട് വയ്ക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. എണ്ണയുടെ നെയ്യുടെ മിക്സ് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ചെറിയ മണമുള്ള മുളകുണ്ടല്ലോ, അതും കൂടി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 3 പട്ട, ഒരു 7 ഗ്രാമ്പു, ഒരു 3 ഏലക്കയും കൂടെ പൊട്ടിച്ച് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന നമുക്ക് അരി കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 10 പേർക്ക് നന്നായിട്ട് കഴിക്കാവുന്ന രീതിയിലാണ് അരി എടുത്തിരിക്കുന്നത്. ഏകദേശം 1.5 കിലോ അരിയുണ്ട്, 5 കപ്പ് അരിയുണ്ട്. അപ്പോൾ 1.5 കിലോ അരിയുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ 7.5 കപ്പ് വെള്ളവും വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ അരി മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സൂക്ഷിച്ച് ഈ വെള്ളം ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം ഉപ്പ് നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഇനി നമുക്ക് ഒരു റമ്പയില കൂടി ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. കാരണം ഒരു പ്രത്യേക മണമാണ് ഈ റമ്പയില ഇട്ട് കൊടുക്കുമ്പോൾ. നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ, ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ വേവിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഈ ഒരു മസാല ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോറ് ഇവിടെ ഒരു 75% വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ നിന്നും ഒരു പകുതി ചോറെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച സവാളയും മല്ലിയിലയും മിക്സും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യും, ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ പൈനാപ്പിൾ എസൻസ്, അതൊരു ഓപ്ഷണലാണ്, ചേർത്ത് കൊടുത്തൊരു പ്രത്യേക മണമായിരിക്കും, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ചിക്കൻ്റെ മസാല എല്ലാം കൂടി ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ പാത്രം ചെറുതായതുകൊണ്ടാണ് ഞാനിത് നടുക്കായിട്ട് വെച്ച് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അടിയിലാക്കി മസാല വെച്ച് കൊടുക്കാം.
അതാക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തും അതിൻ്റെ മസാല നമുക്ക് കിട്ടും. അതിനായിട്ടാണ് നടുക്കായിട്ട് വെച്ച് കൊടുത്തത്. ഇനി ഞാൻ എടുത്ത് വെച്ച ചോറിൽ നിന്നും ഒരു ഭാഗം എടുത്ത് ഇട്ട് കൊടുത്ത് അതിൽ വീണ്ടും സവാളയും മല്ലിയിലയും ചേർത്ത് നമ്മുടെ നെയ്യും ചേർത്ത് കുറച്ച് ഒരു 1/4 ഭാഗം പൈനാപ്പിൾ എസൻസ് കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഭാഗം ചോറും കൂടി ഇട്ടിട്ട് ഇതുപോലെ മല്ലിയിലയും സവാള ഇട്ട് കൊടുത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യും 1/4 ഭാഗം പൈനാപ്പിൾ എസൻസും പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കലക്കി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു വെയിറ്റ് കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കാം. പിന്നെ ഞാൻ തീ അണച്ച ശേഷം പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.